ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും വീണ്ടും. റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസിയായിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റേതായിട്ടുള്ള ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്ന് പറയണമെന്നില്ല. അപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെ ആണെങ്കിൽ ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യേട്ടനിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേറ്റർ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളൂ, സിനിമ ഗ്രോ ചെയ്തോളൂ. ഇല്ല. മാമന്റെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരി സാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അതുണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? സമയമെടുത്ത് പണിയായിട്ട് നടന്ന് ഇല്ല, പെട്ടെന്ന് ഓർത്ത് പറയാനൊന്നുമില്ല. പക്ഷേ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച ഒരു ഇൻസിഡൻ്റ് ഉണ്ട്.